Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആക്ച്വലി .NET ഫ്രെയിംവർക്കിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നും അത് ബേസിക്കലി എങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പേജ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഒഫീഷ്യൽ മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു പേജിലെ ഡയഗ്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് .NET എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രെയിംവർക്കാണ്. അപ്പോൾ ആ ഒരു ഫ്രെയിംവർക്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി .NET യൂസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് കാര്യങ്ങൾ നമുക്ക് ഈ .NET ഫ്രെയിംവർക്ക് യൂസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ആക്ച്വലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് യൂസ് ചെയ്യുമ്പോഴും .NET ഫ്രെയിംവർക്ക് ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു 3 കാര്യങ്ങളെന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. .NETൽ സപ്പോർട്ടുള്ള ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇത് മാത്രമല്ല വേറെ ലാംഗ്വേജ് സപ്പോർട്ടും .NETലുണ്ട്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മളിപ്പോൾ ഈ 3 ലാംഗ്വേജസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 3 ലാംഗ്വേജസിലും നമ്മൾ എഴുതുന്ന കോഡ് ഒരു കോമൺ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ CIL എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിലേക്കാണ് ആദ്യം കമ്പൈൽ ടൈമിൽ കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലാംഗ്വേജ് സ്പെസിഫിക് അല്ല. അതായത് ഈ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ജനറേറ്റ് ആവുന്ന ഓരോ ലാംഗ്വേജസിനും സെയിം ആയിരിക്കും. അതായത് അത് ഒരു ലാംഗ്വേജ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് അല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഈ ഒരു കാര്യം ആക്ച്വലി നമുക്കിവിടെ ആക്ച്വലി വളരെ ഒരു കൺസോൾ പ്രൊജക്റ്റിൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് കോഡ് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് ജനറേറ്റ് ആയ കോഡിനെ അല്ലെങ്കിൽ ആ ഒരു ജനറേറ്റ് ആയ കാര്യത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ റൺ ചെയ്യുന്ന കാര്യമാണ് CLR എന്ന് പറയുന്നത്. CLRന് നമ്മൾ ഫുൾ ഫോം പറയുന്നത് കോമൺ ലാംഗ്വേജ് റൺ ടൈം എന്നാണ്. അപ്പോൾ ആ CLR ആണ് ആക്ച്വലി ആപ്ലിക്കേഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗാർബേജ് കളക്ഷൻ വേരിയബിൾസും കാര്യങ്ങളൊക്കെ ക്ലീനപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് .NET ഫ്രെയിംവർക്കിലെ CLR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ഫൈനലി മെഷീൻ കോഡ്. കാരണം ഒരു ലോ ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ മെഷീൻ കോഡ് അല്ലെങ്കിൽ ബൈനറീസ് ആയിട്ടായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. അപ്പോൾ CLR അസംബ്ലി ഇൻപുട്ടിനെ എടുത്തിട്ടാണ് ആക്ച്വലി കമ്പൈൽ ചെയ്ത് ഫൈനലി ആ ഒരു മെഷീൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ .NETൽ ബേസിക്കലി ഒരു മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഒരേപോലെ വർക്ക് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു CIL എന്ന് പറയുന്നൊരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ബേസിക് ലെവലിൽ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ആക്ച്വലി ഒരു ഓൺലൈനായിട്ടുള്ള ഒരു .NETൻ്റെ കോഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് അറ്റ് പ്രസൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു C# പ്രൊജക്റ്റാണ്. അപ്പോൾ അത് ബേസിക്കലി ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസോൾ പ്രൊജക്റ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആക്ച്വലി UIL എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഈ ഒരു നമ്മൾ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡിൻ്റെ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ്, അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ CIL ഈ ഒരു കോഡ് കാണാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു നമ്മുടെ ഈ ഒരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റായി വരുന്ന ഒരു കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി ഡയറക്റ്റ്ലി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു കോഡല്ല, ബട്ട് ഇത് ആക്ച്വലി ഒരു നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു അസംബ്ലി ലെവൽ ഓഫ് കോഡാണിത്. അപ്പോൾ ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് ഇപ്പോൾ C# ലാംഗ്വേജിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനാണ് നമുക്കിപ്പോൾ ഈ ഒരു കോഡ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതിന് പകരം നമ്മളിപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ലാംഗ്വേജ് നമ്മളിവിടെ F# ചെയ്ത ഒരു പ്രൊജക്റ്റ് F# നമ്മളിവിടെ ഒരു ഹലോ വേൾഡ് പ്രൊജക്റ്റാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനും നമുക്കിവിടെ ഡയറക്റ്റ്ലി ഈ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നതിൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം വന്നിരിക്കുന്നത് C# F# ഒക്കെ ഒരു കോമൺ സിൻടാക്സ് അല്ലെങ്കിൽ ഒരു കോമൺ രീതിയിൽ തന്നെയാണ് ആ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ആയിരിക്കുന്നത്. ബേസിക്കലി ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് .NET ഫ്രെയിംവർക്കിൽ അല്ലെങ്കിൽ .NET യൂസ് ചെയ്തിട്ട് എന്താണ് മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ട് .NETൽ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ വിഷ്വൽ ബേസിക് യൂസ് ചെയ്താലും ആ ഒരു അതിൽ ജനറേറ്റ് ആവുന്ന ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസിക്കലി കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ
ആ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്താലും .NET ഫ്രെയിംവർക്കിന് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ CLRന് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക്കലി .NET എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലാംഗ്വേജ് അല്ല, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അല്ല, അപ്പോൾ അതൊരു ഫ്രെയിംവർക്കാണ്. അപ്പോൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് C# എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ആക്ച്വലി ക്ലാസ് ലൈബ്രറീസ് ഉണ്ട്. ഈ ക്ലാസ് ലൈബ്രറീസ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, നിങ്ങളിവിടെ ഒരു പ്രൊജക്റ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ കുറേ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ സിസ്റ്റം അല്ലെങ്കിൽ system.collections എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളാണ് ആക്ച്വലി ക്ലാസ് ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് ലൈബ്രറീസ് ആക്ച്വലി ഒരു .NET ഫ്രെയിംവർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് വളരെ ലോ ലെവലായിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മിനിമം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രെയിംവർക്കിൽ തന്നെ ഒരുപാട് കോമൺ ടാസ്ക് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫയൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. അപ്പോൾ ത്രെഡിങ് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി റെഡി ടു യൂസ് ആണ്. അപ്പോൾ യൂസർ അതിനെപ്പറ്റി ബോധേടാവേണ്ട കാര്യമില്ല. നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ ബിസിനസ് ലോജിക്കിന് വേണ്ടിയുള്ള കോഡിങ് നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ ബാക്കി ഈ ക്ലാസ് ലൈബ്രറീസിൽ ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രിങ്സ് ഹാൻഡിൽ ചെയ്യാനും ഡേറ്റ്സ് ഹാൻഡിൽ ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങളും, നിങ്ങൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ച്വലി ആ .NET ഫ്രെയിംവർക്കിലുള്ള ഫീച്ചർ നമ്മൾ റെഡ്ലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ശരിക്കും ഈ ഒരു ക്ലാസ് ലൈബ്രറി എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കമ്പൈൻഡായി, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ആക്ച്വലി ഒരു .NET ഫ്രെയിംവർക്ക് ടോട്ടലി വർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ കമ്പൈലാവുന്ന ഫൈനലി നമ്മൾ ഒരു ബിൽഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ആപ്ലിക്കേഷൻ്റെ ബിൽഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു exe ഫയൽസും അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ DLL ഫയൽസൊക്കെ ആയിട്ടായിരിക്കും ആ കാര്യം ജനറേറ്റ് ആവുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന .NET Core ആപ്ലിക്കേഷൻ്റെ ഇവിടെ റിലീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ ജനറേറ്റ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ സോഴ്സ് കോഡ് നിങ്ങൾ ആ ഒരു ജനറേറ്റ് ആയിരിക്കുന്ന ഫോൾഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ C# സോഴ്സ് കോഡല്ല നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിന് പകരം കുറച്ച് സെറ്റ് ഓഫ് DLL ഫയൽസ് നമുക്കിവിടെ അതിൻ്റെ ഒരു ഫോൾഡർ എടുത്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ ഒരു സോഴ്സ് കോഡിൽ നിന്ന് ജനറേറ്റ് ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് കുറച്ച് DLL ഫയൽസും പിന്നെ ഒരു exe ഫയലുമാണ്. അപ്പോൾ ഈ exe ഫയലായിരിക്കും നമ്മൾ ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു exe ഫയലാണ് ആക്ച്വലി ഫൈനലി ജനറേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സോഴ്സ് കോഡിനെ ബേസിക്കലി ഈ ഒരു ഇത്രയും ഫയൽസായിട്ട് ഈ ഒരു പ്രോസസ്സിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ജനറേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു കാര്യം ഇവിടെ നിന്ന് ഈ ഒരു exe റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടുത്തെ ഈ ഒരു exe ഫയൽ ഡയറക്റ്റ്ലി റൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ exe ഞാൻ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആപ്ലിക്കേഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ലോഡായിരിക്കുന്ന, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫോൾഡറിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പല ഫയൽസും യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വെബ് കാര്യം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ .NETൽ ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ബേസും അല്ലെങ്കിൽ ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു CL എന്ന് പറയുന്നൊരു ഫീച്ചർ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പല മൾട്ടിപ്പിൾ ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബേസ് ലെവലിൽ പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി .NET ഫ്രെയിംവർക്കിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.